ഇപ്പോഴുള്ളത് ഇരിട്ടിയിലാണ്. എൻ്റെ കൂടെയുള്ളത് ഇരിട്ടിയിലെ ടാക്സി ഡ്രൈവർമാരാണ്. വലിയ പ്രയാസങ്ങൾ ഈ മേഖല അനുഭവിക്കുകയാണ്. പ്രധാനമായും ഈ ടാക്സി മേഖല അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കള്ള ടാക്സി എന്നുള്ളതാണ്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യമാണ്, പക്ഷേ അതിലൊന്നും ഒരു പരിഹാരമുണ്ടാകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അത് പൂർത്തിയായിട്ട് കുറേ മാസങ്ങളായി. പുതിയ സർക്കാർ വന്നു, ആ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സർവീസ് നടത്തിയ ടാക്സിക്കാരുടെ വാടക ഇനത്തിലുള്ള തുക പലർക്കും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള കുറേയേറെ പ്രശ്നങ്ങൾ ടാക്സി ഡ്രൈവർമാർ നേരിടുകയാണ്. ഇരിട്ടിയിലെ ടാക്സി ഡ്രൈവർമാരാണ് ഇപ്പോൾ കൂടെയുള്ളത്. എന്തൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ? നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ പൈസ നമുക്ക് കിട്ടിയില്ല. അനവധി ആൾക്ക് പൈസ കിട്ടാനുണ്ട്. നമ്മൾ ഇരിട്ടി താലൂക്കിൽ ഓടിയ അനവധി വണ്ടിക്ക് പൈസ കിട്ടി. ഇപ്പോൾ കണ്ണൂരിൽ ഓടിയ തളിപ്പറമ്പ്, അതുപോലെ തലശ്ശേരി താലൂക്കിൽ വണ്ടിക്ക് ഓടി പൈസ കിട്ടിയില്ല. ഒരാൾക്ക് 70,000, 60,000, 50,000 പൈസ കിട്ടാനുണ്ട്. ഉദ്യോഗസ്ഥന്മാർ ഡ്യൂട്ടിക്ക് എടുത്തവർക്ക് പൈസ കൃത്യമായിട്ട് അവരെ ബോണസും എല്ലാം കൊടുത്ത് അവർക്ക് ശമ്പളത്തിൻ്റെ പുറത്താന്ന് ഡ്യൂട്ടീൻ്റെ പൈസ അതെല്ലാം ഈ കളക്ടറേറ്റിൽ നിന്നെല്ലാം പൈസ കൊടുത്ത് ക്ലിയറാക്കി. ടാക്സിക്കാരുടെ പൈസ ഇതുവരെ കിട്ടിയില്ല. നമുക്ക് ക്ഷേമനിധി എടുക്കണം, ഇൻഷുർ എടുക്കണം, ബ്രേക്ക് എടുക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥ ഇതായതുകൊണ്ട് പണിയില്ല. അപ്പോൾ നമ്മുടെ കാര്യം വളരെ അവധാണ്. നമ്മളെ പൈസ എത്രയും പെട്ടെന്ന് ഒന്ന് തരേണ്ട സംവിധാനം നിങ്ങളെല്ലാം ചാനലിൽ കൂടി സംസാരിക്കും. ഇപ്പോൾ ഈ കള്ള ടാക്സിയുടെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ, ഈ അധികൃതർക്ക് പരാതി കൊടുത്തിരുന്നു എന്നും പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു വിഷയം? എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു മറുപടി എന്താണ്? കള്ള ടാക്സിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇരട്ടിയിൽ നിന്ന് ശരിക്കും മട്ടന്നൂർ എത്തുന്ന സമയത്ത് ഒരു 100 കണക്കിന് വണ്ടികൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് ഇപ്പോൾ എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നാലും ഓരോ മാസം 2 മാസത്തേക്ക് വണ്ടി കൊടുക്കലാണ്. നമ്മൾ അനവധി പരാതി നമ്മൾ ഇരിട്ടി RTO കൊടുത്തു. നമ്മളെ പരാതി തന്നെ ഒരുപാട് കിട്ടുന്നുണ്ട്. ഒന്നും ഒരു പരിഹാരവും അവരെടുക്കുന്നില്ല. നമ്മൾ അതുപോലെ വണ്ടി എടുത്ത് പോയാൽ പറയും സ്റ്റാഫില്ല, വലിപ്പം വരും, നിങ്ങൾക്ക് അവരെ അവിടെ പിടിച്ച് നിർത്തുന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്തുകൂടാ. അവർ ജനങ്ങളായിട്ടൊരു വെറുപ്പാവുമല്ലോ. നമുക്ക് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ കളക്ടറേറ്റിലോ കണ്ണൂരത്ത് അപ്പോൾ RTO എല്ലാം പരാതി കൊടുക്കുക, ഒരു നടപടിയില്ല. എല്ലാവരും റെൻറ്റിന് കൊടുക്കല. ഇവിടുന്ന് മട്ടന്നൂർ എത്തുമ്പോൾ അനവധി സ്ഥലത്ത് റെൻറ്റിന് വണ്ടി കൊടുക്കല, വിളിച്ചു കൊടുക്കല. അവർ വിളിക്കുമ്പോൾ തന്നെ എയർപോർട്ടിൽ വണ്ടി എത്തിക്കും, താക്കോൽ കൊടുക്കും. അതാണ് സ്ഥിതി. ഇപ്പോൾ നമ്മൾ ഈ ടാക്സി മേഖല വളരെ പ്രശ്നമാണ്. ഈ പരാതി കൊടുത്തതിന് ശേഷം അത് അവർ സ്വീകരിച്ചതിന് ശേഷം എന്ത് മറുപടി എന്തെങ്കിലും പറഞ്ഞോ? അത് എന്താണ് എന്നുള്ളത് അത് നിങ്ങൾ അത് അവർ അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൊടുത്തിട്ട് എത്രയായി? കൊടുത്തിട്ട് 1 വർഷം ഏകദേശം ഒരു മേലെ ആയിട്ടുണ്ട്. അതിന് മുമ്പേ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വർഷം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. അതുപോലെ എലക്ഷൻ്റെ പൈസ തന്നെ ഞാൻ പറയാം, എൻ്റെ ഞാൻ ഇരിട്ടിയിലാണ്. പക്ഷേ ഉളിക്കൽ തളിപ്പറമ്പ് താലൂക്കിൻ്റെ ആർക്കും കിട്ടിയിട്ടില്ല. തളിപ്പറമ്പ് കിട്ടിയില്ല, തലശ്ശേരി കിട്ടിയിട്ടില്ല, പിന്നെ കണ്ണൂർ കിട്ടിയില്ല എന്നാണ് പറയുന്നത് കേട്ടെ. അപ്പോൾ ഇങ്ങനെ കളക്ടറേറ്റ് പരാതി കൊടുത്തരോ, കളക്ടർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് CC എല്ലാം അടക്കേണ്ടതാണ്. അപ്പോൾ ഇതുവരെ ഒരു പൈസ കുറേ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം കൊടുത്ത് ഈ വണ്ടിക്കാരെ പൈസ മാത്രമാണ് പിടിച്ചു വെച്ചിട്ടുള്ളത്. ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് ഈ ഇരിട്ടി മേഖലയിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ പ്രിയദർശിനി സർവീസ് വന്നു, അതുപോലെ തന്നെ KSRTCയുടെ ഒരു ബഡ്ജറ്റ് ടൂറിസം സർവീസും വന്നു. അത് ഒരു തരത്തിൽ നല്ലൊരു മാറ്റം, സർക്കാരിൻ്റെ ഒരു വലിയ പോസിറ്റീവായ പദ്ധതിയാണ്. അങ്ങനെ ഒരു നല്ല പദ്ധതി വരുമ്പോൾ പക്ഷേ ഇപ്പുറത്ത് ചെറിയൊരു പ്രയാസം വരുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം നിങ്ങളെ നേരിട്ടിട്ടുണ്ടോ? ടാക്സി മേഖലയിൽ തൊഴിൽ ചൂഷണമാണ് കൂടുതൽ. അതായത് നമ്മുടെ അടുത്ത പ്രദേശമായ വീരായ്പേട്ട അവിടെ നിന്നുള്ള വാഹനങ്ങൾ, അതായത് ടാക്സി വാഹനങ്ങൾ തന്നെ എയർപോർട്ടിൽ വരിക, 1 സൈഡ് ട്രിപ്പ് എടുത്ത് വരിക, അനധികൃതമായി വന്ന് ഇവിടെ കിടക്കുകയാണ്. അവർ 1, 2, 3 ദിവസങ്ങൾ ഇവിടെ കിടക്കുകയാണ്. കിടന്നിട്ട് നമ്മളിവിടുന്ന് നമുക്ക് കിട്ടേണ്ടതായ ട്രിപ്പുകൾ, ഒന്നിക്കൽ വയനാട് അങ്ങനെയുള്ള ടൂറിസ്റ്റ് മേഖലയിലേക്ക് നമുക്ക് കിട്ടേണ്ടതായ ട്രിപ്പ് അവർ ചെറിയ പൈസക്ക് എടുത്ത് പോവുകയാണ്. അതൊക്കെ നമ്മുടെ ഈ പ്രിയദർശിനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഒരു വശത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ തൊഴിലിനെ വളരെയധികം പിന്നോട്ടടിക്കുന്ന ഒരവസ്ഥയായിട്ട് മാറും. ഈ നിങ്ങളുടെ മേഖലയിൽ ഈ പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ടാക്സി സർവീസ് നടത്തുമ്പോൾ അതിൻ്റെ ടാക്സ്, അതുപോലെ തന്നെ മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട നിയമപരമായ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ വരുമാനത്തിൽ വന്ന കുറവും പക്ഷേ അത് ഒരു മാറ്റമില്ലാതെ മുമ്പോട്ട് പോവുകയും വേണം. അതെങ്ങനെയാണ് ഈ മേഖലയെ ബാധിക്കുന്നത്? എങ്ങനെയാണ്? ടാക്സി മേഖല പൊതുവെ വളരെ മോശത്തിലാണ്. അതുകൂടാതെ ഇൻഷൂറുകൾ ടാക്സിക്കാണ് കൂടുതൽ. ടാക്സ് അടക്കേണ്ടക്ക് ക്ഷേമനിധി അടക്കണം, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ടാക്സിയുടെ മുകളിൽ തന്നെയാണ്. അതുകൊണ്ട് വെച്ചാൽ ഈ മറ്റുള്ള വാഹനങ്ങൾ ഓടുന്നില്ലേ പ്രൈവറ്റ്, അതിലെ കള്ള ടാക്സി ഓടുന്നത് കൊണ്ട് നമുക്ക് തീരെ പണിയില്ല. അങ്ങനെ പൊതുവേ നമ്മൾ ബുദ്ധിമുട്ടിലാണ്. ഇതൊക്കെ സർക്കാരിന് കൃത്യമായി നമ്മൾ അടച്ചില്ലെങ്കിൽ അതിൻ്റെ ഫൈൻ അടക്കണം. സർക്കാർ കൃത്യമായിട്ട് ഫൈൻ വാങ്ങുന്നുണ്ട്. ബ്രേക്ക് എടുത്തില്ലെങ്കിൽ 50 രൂപ വെച്ച് ഫൈനുണ്ട്, മറ്റുള്ളതിന് ഫൈനുണ്ട്, കാര്യങ്ങളല്ല. ഇതെല്ലാം ടാക്സിക്ക് ബാധിക്കണം. മറ്റു പ്രൈവറ്റ് വണ്ടികൾക്കൊന്നും ഇത് ബാധകമല്ല. അതുകൊണ്ട് നമുക്ക് ഈ മേഖല പണിയില്ലാത്തതുകൊണ്ട് വളരെ ക്ഷീണത്തിൻ്റെ മേഖലയാണ്.
ഇത് സർക്കാരിൽ നിന്ന് ഇത് നോക്കിയാൽ ഇത് മുന്നോട്ട് പോകും ടാക്സിക്കാരെ കാര്യം. ഈ പറയുന്ന നിലയിൽ സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സർവീസ് നടത്തുന്നത്. അതിനിടയിലാണ് നേരത്തെ പറഞ്ഞ ഈ കള്ള ടാക്സി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ആ പ്രശ്നങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിന്. എത്രയോ വർഷങ്ങളായി ഇവിടെ കള്ള ടാക്സി ഓടുന്നു. അത് കുറച്ച് കാലങ്ങളിൽ അങ്ങനെ ഉണ്ടാവും, പിന്നീട് അത് വീണ്ടും പൂർവ്വസ്ഥിതി തന്നെ ഓടിക്കൊണ്ടിരിക്കും. നമ്മൾ തന്നെ ഇത് പിടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുന്ന കാര്യമല്ലോ. അങ്ങനെ ഒരു വിഷയങ്ങൾ കൂടി ഉണ്ട്. അതെന്തായാലും പൂർണ്ണമായിട്ട് ഒരിക്കലും നിൽക്കുന്നില്ല. കുറച്ച് കാലം ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരൊന്ന് കൈകാര്യം ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1 മാസം 2 മാസം കഴിഞ്ഞാൽ അവർ റെഗുലറായി കൊണ്ട് പോകും. നമ്മളതിന് ഇവിടെ നമുക്ക് ആഴ്ചത്തിന് ആദ്യമൊക്കെ നല്ലോണം പണി ഉണ്ടായിരുന്ന, ഇപ്പോൾ ആഴ്ചയിൽ 1 or 2 ഓട്ടം കിട്ടിയാൽ കിട്ടി. ഇതുകൊണ്ടൊന്നും കുടുംബം മുന്നോട്ട് പോകില്ല. ഇതാണ് ടാക്സി മേഖലയിലെ ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളാണ്. ഒരു ഭാഗത്ത് സർക്കാർ യാത്രാ സംവിധാനങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ ടൂറിസം പദ്ധതികളുടെ ഭാഗമായി പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന കുറേയേറെ ആളുകൾ സമൂഹത്തിലുണ്ട്. പക്ഷേ അതിന് സമാന്തരമായി ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ തൊഴിലിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. പ്രധാനമായിട്ടും ഇവരിപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കള്ള ടാക്സിയുടെ ഒരു പ്രശ്നം അത് ഇരിട്ടിയുടെ മാത്രം പ്രശ്നമല്ല, മറ്റ് പല മേഖലകളിലും ഈ വിഷയം നിലനിൽക്കുകയാണ്. ഇവിടെ ഇവർ സംഘടിച്ച് അത് സംബന്ധിച്ച് ആളുകളുടെ ലിസ്റ്റ് ഉൾപ്പെടെ അധികൃതർക്ക് RTO ഉൾപ്പെടെയുള്ള അധികൃതർക്ക് നൽകിയെങ്കിലും അത് നൽകിയിട്ട് 1 വർഷമായി എന്നാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് അന്വേഷണമോ നടപടിയോ ഒന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു പരിഭവമാണ് ഈ ഇരിട്ടിയിലെ ടാക്സി ഡ്രൈവർമാർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പെട്ടെന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും എല്ലാം സർവീസിൻ്റെ ഭാഗമായി ഈ ടാക്സികളെ വിളിക്കും. ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞാലാണ് തുക കിട്ടുക. ഇപ്പോൾ തന്നെ ഇവർ സൂചിപ്പിച്ചത് ഇരിട്ടി പേരാവൂർ മേഖലയിലെ ടാക്സി ഡ്രൈവർമാർക്ക് കുറേയേറെ പൈസ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെയും അതുപോലെ തന്നെ കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലത്തിലെയും ഇതുപോലെ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഓടിയ ടാക്സികളുടെ കാശ് ഇതുവരെ കിട്ടിയില്ല എന്നുള്ള ഒരു പരിഭവം കൂടി ഇവർ പങ്കുവെക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും കുറേയേറെ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു മേഖലയാണ് ഈ ടാക്സി കാർ സർവീസ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഇരിട്ടിയിൽ തന്നെ ഏതാണ്ട് 10-50ഓളം ടാക്സി കാറുകൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. അപ്പോൾ അവരെല്ലാം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവരെല്ലാം പങ്കുവെക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം ഷിജിത്ത്, ഏജന്റ് ന്യൂസ്.